Payaring ko Jisu. Thank you, Jesus. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു മിഷണറിയാകാൻ ആഗ്രഹിച്ചു. ദൈവത്തെക്കുറിച്ചും അവൻ അവർക്കായി ഒരുക്കിയ രാജ്യത്തെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷ സന്ദേശം എത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വിശുദ്ധ ജൂനി പെറോയുടെ അതിതീക്ഷ്ണതയോടെയുള്ള വാക്കുകളാണിത്. ഇന്നത്തെ നമ്മുടെ മിഷൻ യാത്ര ന്യൂ പിന്നിലേക്കാണ്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ റോഡ് മുഴുവൻ ചെളികൊണ്ട് മൂടിയ അവസ്ഥ. അരുണാചലിലേക്ക് വരുന്നവർ മിക്കവാറും തന്നെ ഒരു സാഹസിക യാത്രയുടെ തയ്യാറെടുപ്പോടെ തന്നെയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പാതി വഴിക്ക് വെച്ച് പിന്മാറിയ അനേകം യാത്രികരുടെ ബാക്കി പത്രം പോലെ ചില തെളിവുകൾ വഴിയരികിൽ ദർശിക്കാൻ സാധിച്ചു. ഈ പിന്മാറ്റത്തിനു പിന്നിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നത് നിഗൂഢമാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലുള്ള യാത്രകൾ ഇവിടെ വളരെ അപകടകരമാണെന്ന് പലപ്പോഴായി മിഷണറിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യം അറിയാതെ വരുന്നവരാണ് അപകടങ്ങളിൽ ചെന്നെത്തുക. ഇവിടെ കാണുന്ന സാഹചര്യം തന്നെ എടുക്കാം. ഇതിൽ യാത്ര ചെയ്തവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നതുപോലും സംശയമാണെന്നാണ് മിഷണറിമാർ പറഞ്ഞത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ അടുത്തെങ്ങും ഒരു വീട് പോലും ഈ റോഡരികിൽ കാണാനില്ല. പക്ഷേ ഇവിടെ അടുത്ത് ആരൊക്കെയോ സിയാങ് നദിയുടെ കൈവഴിയുള്ള ഈ ചെറുനദി തടഞ്ഞ് മീൻ പിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ആരാണ്, എങ്ങനെയുള്ളവരാണ് എന്നൊന്നും നമുക്കൊരു പിടിയും കിട്ടില്ല. ഇവിടെയൊക്കെ വണ്ടിയൊന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടെപ്പോഴും ഒരു ജാഗ്രത വേണമെന്നാണ് മിഷണറിമാർ പറയുന്നത്. ദൂരെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോൾ ദാ വരുന്നു അരുണാചൽ നിവാസികളുടെ ആനവണ്ടി. APST, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസസ് എന്നാണ് മുഴുവൻ നാമം. ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ KSRTCയെ ഓർമ്മ വരുന്നു. എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത് എന്നൊന്നും എഴുതിയ ബോർഡ് കാണുന്നില്ല. കുറച്ചപ്പുറത്തു മാറി സാമാന്യം വലിയ ഒരു ഷെഡ് കണ്ടു. മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു പ്രത്യേക ദിവസത്തിൽ നടത്തുന്ന ചന്തസ്ഥലമാണെന്ന്. പഞ്ചായത്ത് മാർക്കറ്റ് ഷെഡ് എന്നും എഴുതി വച്ചിട്ടുണ്ട്. ദാ നമ്മുടെ ആനവണ്ടിയെ ഡ്രൈവർ വിനോദ് ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല ഉച്ച സമയമാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് കോട വന്നു മൂടി. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ റോഡ് മുഴുവൻ ചെളിക്കുണ്ടും, പോരാഞ്ഞ് ചുറ്റും കോടമഞ്ഞും. നമ്മുടെ വാഹനം സാവകാശം തെന്നിയും ചെരിഞ്ഞുമൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ റോഡുകളെക്കുറിച്ച് ഓർത്തുപോയത്. പക്ഷേ സിറ്റുവേഷൻ വ്യത്യസ്തമാണ് എന്നും നമുക്ക് ന്യായീകരിക്കാം. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. നമ്മുടെ മിഷണറിമാർ വർഷങ്ങൾക്ക് മുൻപ് ഇതിലൂടെ കാൽനടയായി യാത്ര ചെയ്ത് സുവിശേഷം എത്തിച്ചത് എത്ര സാഹസികമായിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു പുതിയ ജില്ലയുടെ സ്വാഗതം ആലേഖനം ചെയ്ത കവാടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്റ്റൈലൻ പേരാണ് ഈ ജില്ലയുടേത്, ക്രാ ഡാദി. 2015 ഫെബ്രുവരി 7 അന്നത്തെ മുഖ്യമന്ത്രി നബാം തുക്കി അരുണാചൽ പ്രദേശിൻ്റെ 19ാമത്തെ ജില്ലയായി ക്രാ ഡാദി ഉദ്ഘാടനം ചെയ്തു. പാലിൻ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ പട്ടണമാണ്. അരുണാചൽ പ്രദേശിലെ ക്രാ ഡാദി ജില്ലയുടെ ആസ്ഥാനം. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ശരാശരി 3540 അടി ഉയരത്തിലാണ്. ഈ സ്ഥലത്തിന് ഒരു ഉപ ഉഷ്ണമേഖല ഹൈലാൻഡ് കാലാവസ്ഥയുണ്ട്. വേനൽ വളരെ ചൂടുള്ളതാണ്. വളരെ ഉയർന്ന മഴ, മിതമായ മഴയുള്ള ശൈത്യകാലം സൗമ്യമാണ്. ഉയർന്ന ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതിയുള്ള ഇത് വളരെ മലയോരമാണ്. മിക്കപ്പോഴും ഇത് മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലത്ത് എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. നിഷി ഗോത്ര വിഭാഗത്തിലുള്ളവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും.
അരുണാചൽ നിവാസികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം മിഷണറിമാർ നൽകിയതിനാൽ ധാരാളം ഉദ്യോഗസ്ഥരെയും സാങ്കേതിക വിദഗ്ധരെയും രാഷ്ട്രീയ നേതാക്കളെയും ഈ സംസ്ഥാനത്തിന് ലഭിച്ചു എന്നത് അഭിമാനകരമാണ്. അവരിൽ ചിലർ അരുണാചൽ പ്രദേശ് സർക്കാരിൽ ശക്തമായ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നു. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു ആട് എങ്ങനെ ഇതിൻ്റെ പുറത്തു വലിഞ്ഞു കയറി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരാഘോഷത്തിൻ്റെ പ്രതീതിയാണ്. കുറേ വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട്. അച്ഛൻ ബ്രദറിനെയും കൂട്ടി ഒരു കടയിലേക്ക് കയറി. ഓ, ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ്, പിന്നെ ടീ ബാഗ്സ്. യാത്രക്കിടയിൽ ആവശ്യത്തിനായുള്ള സ്നാക്സ് അച്ഛൻ കരുതുന്നതിന് വേണ്ടിയാണ്. ഇനിയും കുറേ ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട് ന്യൂ പിന്നിലെത്താൻ. ഹോട്ടലിനുള്ളിലെത്തിയപ്പോൾ ഓർഡർ ചെയ്ത ചായ അവിടെ മേശമേൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പിന് അല്പം ചൂട് ചായ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതും നല്ല ലെമൺ ടീ. ചായ കുടിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരപ്പനെയും കുഞ്ഞിനെയും പരിചയപ്പെടാനിടയായി. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ അവരുടെ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നു. ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്ക് സൗകര്യപ്രദമാണോ? ഇതാണ് ഏറ്റവും സൗകര്യപ്രദം. ശാസ്ത്രീയമായി ഇത് വളരെ നല്ലതാണ്. അത് തന്നെ, കുട്ടി എപ്പോഴും നെഞ്ചോട് ചേർന്ന് കിടക്കുമല്ലോ. അതിരിക്കട്ടെ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനം? ഞാൻ ഒരു ഡോക്ടറാണ്. ഞങ്ങൾ ഇതിന് കങ്കാരു മദർ കെയർ എന്നാണ് പറയുന്നത്. ഈ ഒരു പൊസിഷൻ എപ്പോഴും മികച്ചതാണ്. ഇപ്പോൾ ജനിച്ച കുഞ്ഞിന്റെ കാര്യം എടുക്കാം. കുഞ്ഞിന്റെ മേനി അമ്മയുടെയോ അച്ഛൻ്റെയോ നെഞ്ചിൻ്റെ ഭാഗത്തെ ത്വക്കിനോട് ചേർത്ത് കിടക്കുന്നത് വളരെ നല്ലതാണ്. പറഞ്ഞതുപോലെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം മികച്ചതാകുന്നു. പെട്ടെന്ന് തൂക്കം വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി കുഞ്ഞിന് ലഭിക്കുന്നു. ഡോക്ടറുടെ പേരെന്താണ്? എൻ്റെ പേര് കെ ബഗാർ. ഡോക്ടർ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോഴെൻ്റെ പോസ്റ്റിംഗ് കൊളോറിയാങ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഡോക്ടറുടെ നാട്? ഞാൻ കിഴക്കേ കമയെങ്കിൽ നിന്നാണ്. അത് ശരി, കമയിൽ നിന്നാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഹോസ്പിറ്റലിന് വലിയ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. യാത്രാ സൗകര്യം തീരെ മോശമാണ്. ശരിയാ, കാരണം അവിടെ ഡോക്ടേഴ്സ് ഇങ്ങനെ വന്നും പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളും അവിടെ കുറവായിരിക്കും. ഉള്ള ഫെസിലിറ്റിയിൽ ഞങ്ങൾ മികച്ച സേവനം നൽകാൻ പരിശ്രമിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്തത് MBBS ആണോ MD ആണോ? അതെ, MBBS ആണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ്. MBBS മാത്രമല്ലേ? മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം അടുത്തായി പോസ്റ്റിംഗ് കിട്ടിയത് കൊളോറിയങ്കിലാണല്ലേ? ഇതിനു മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിലാണ് സേവനം ചെയ്തിരുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. താങ്ക് യു. ഡോക്ടർ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ജനകീയ കങ്കാരു ബാഗ് എങ്ങനെയാണ് കെട്ടിടുന്നത് എന്ന് കാണിച്ചു തരികയായിരുന്നു. ഇത് കെട്ടുന്നത് വളരെ നിസ്സാരമാണ്. ആർക്കും ഇതുപോലെ നല്ല തുണി കൊണ്ടുള്ള കങ്കാരു മദർ കെയർ ബാഗ് കെട്ടാം. കുഞ്ഞിന് ബ്രദർ ക്യാമ്പനിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഡോക്ടറിന് എത്ര കുട്ടികളാണുള്ളത്? എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഡോക്ടർ കുടുംബത്തോടൊപ്പം യാത്രാമധ്യേ ഇവിടെ കയറിയതാണ്.
ഇങ്ങനെ ഒരേ പൊസിഷനിൽ കുഞ്ഞിനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒന്ന് കുഞ്ഞിനെ തിരിച്ച് നമുക്ക് ചുമലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കുഞ്ഞ് സുരക്ഷിതവുമായിരിക്കും, നമുക്ക് സൗകര്യവും. For your valuable time and showing us how you carry your baby. And there is a fine baby over here. And all the best in your new appointment. Bye, kid. Bye, bye. Bye, kid. പുറത്തു വേറെയും യാത്രക്കാർ ഒരു മാടക്കടയിൽ നിന്നും ചായ കുടിക്കുന്നത് കാണാം. അപ്പോഴേക്കും കുറച്ചധികം വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നത് കണ്ടു. രാഷ്ട്രീയക്കാരൊക്കെയോ ആണ് വരുന്നതെന്ന് തോന്നുന്നു. വരുന്നത് മറ്റാരുമല്ല, അരുണാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ജില്ലയെ സംസ്ഥാനത്തിനു വേണ്ടി ഉദ്ഘാടനം ചെയ്ത വലിയ മനുഷ്യൻ. സെക്യൂരിറ്റിയിൽ മറ്റ് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകർക്കൊപ്പം നാട് സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ് ഈ മുൻ മുഖ്യമന്ത്രി നബാം തുക്കി. No, nothing more. Peace TV, no? Yeah. Kind of things. Peace TV means this is our Catholic TV. Okay. So we are having a documentary on our natural mission. Mm-hmm. Right. So what do you want to do? No, Want me to do? so just I wanted to ask you about something about contribution of Catholic Church in Arunachal Pradesh. Yeah. That you can ask. Yeah. Can I give you one caller mic, sir? It's okay. I can say like that. Okay. Achingu kata ada kumaviagan pokok. Apa sahaja angker angin itu. Dange kam kusta pai. Ini tu saya tengah saya kumana ugai. Ayya. Koi tangsa tangma tadi. Okay, sir. Ready? Action. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അരുണാചൽ പ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ നബാം തുക്കി സാബാണ്. അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. അരുണാചൽ പ്രദേശിലെ ഏക കത്തോലിക്ക മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴും കത്തോലിക്ക സഭയെ വളരെ സ്നേഹത്തോടെ കാണുകയും പിതാവിൻ്റെ പല കാര്യങ്ങളും പിതാവിനെ സഹായിക്കുകയും പിതാവ് ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് വിളിച്ചു പറഞ്ഞാലും സഹായിക്കാൻ സന്നദ്ധനായിട്ടുണ്ടായിരുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണ്. ഞാനായിരുന്ന മംഗ്യൂ ഇടവ ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ പരിധിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും പാലിനിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ നിന്നതാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി കത്തോലിക്ക സഭയുടെ കോൺട്രിബ്യൂഷൻസ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. Jai Jishu sir. Jai Jishu. So, this is our channel from Shalom TV from Kerala. So we are having a program about Arunachal Mission. Okay. So I want to know about contributions of Catholic Church in Arunachal Pradesh. You can start from your personal life also. Thank you very much, Father. Now I am on the way to Palin, Karadadi district, for our party rally to be held tomorrow. As you came all the way from Kerala to visit the beautiful hill stations here in Arunachal Pradesh, and as you asked me about the contributions made by the Catholic Church in Arunachal Pradesh, I know well because I being one of the member in the family and not a believer, I know their contributions, and particularly in Arunachal Pradesh there are more than 30 plus Christian population, and among all the Catholic missions have more than hundreds of
schools and 4 and 5 colleges running in the state, and contributed highest services in the field of education, human resource development, and healthcare. Our sisters are working even in the interior border areas, helping the poor and needy people, distressed people over there. I met them personally also, and you know well that the missions are contributing a lot to the state, particularly the state government, in development of education, and more than 40,000 students are studying in various schools in the missions. So I always support them wherever they are working, and I also grateful to them that all the brothers and sisters working over there in the interior and border areas and tirelessly to service to mankind. I am grateful to them and wish them a success in future. Thank you very much, sir, for spending a little time with us. Okay, now Jai Jisu, Salam TV. Okay, thank you very much. Ale. Ale. Palincho. Palincho. You're not coming back now. I am not coming back now. I am just. What about your back problem? Back problem. It is now. It is okay. How you can travel by this road? I hope. Mengi road is better than this. Yeah. Now I feel I am very proud of my Mengi road now after traveling this road. Okay. Probably I'll be coming back after 1 year. So I wanted to come back here. Yeah. Please come. Please come to Mengyo. For the youth retreat, you went to Mengyo, no? Yeah. I would do it. It was very wonderful program. Yeah. Tabin and me were there. Yeah. It was very beautiful. The youth program, na? Interesting. Okay. It's coming up very well now. So school also. So you come to visit Sagali and Mengyo. School also very nice. Yeah. School is running well. Now a lot of students are coming up. 1964 ജൂലൈ 7 പാപ്പുംപാരെ ജില്ലയിലെ സഗാലി സബ് ഡിവിഷനിലെ ഓംപുളിയിൽ ഒരു നിഷി കുടുംബത്തിലാണ് നബാം ടുക്കി ജനിച്ചത്. അദ്ദേഹം വിവാഹിതനും 2 ആൺമക്കളുടെയും 5 പെൺമക്കളുടെയും പിതാവുമാണ്. You come, I am there now. Wherever you want to go, I will take you. നോക്കിയപ്പോൾ വന്നിട്ടുള്ള മിക്ക പ്രമുഖ പ്രവർത്തകർക്കും അച്ഛനെ നല്ല പരിചയമുണ്ട്. I am Father Biju from Mengyo. From Mengyo? Mengyo. I was Mengyo, there in Mengyo. Sijengo Kerala lo dodo. ബിജു അച്ഛനെ കൂടെയിരുത്തി എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് മുൻമുഖ്യൻ. So I was there in Mengyo. He was in East constituency. 5 years I was there. He established one very good school there. What's the name of the school? അച്ഛനെയും അരുണാചൽ മിഷനെയും അതിൻ്റെ ഒപ്പം കേരളത്തെയും ഇവിടെ എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. അച്ഛൻ സംസാരിച്ചു പോന്നപ്പോഴാണ് അവരുടെ ഗോത്രഭാഷ അച്ഛന് നന്നായി അറിയാമെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അതോടെ എല്ലാവർക്കും അച്ഛനോടുള്ള പരിചയം സ്നേഹമായി മാറി. പിന്നെ അത് ബഹുമാനമായി മാറി. കേരളീയനായ ഒരു പുരോഹിതൻ അരുണാചൽ നിവാസികളുടെ ആദരവ് പിടിച്ചുപറ്റുന്നത് കണ്ടപ്പോൾ അരുണാചൽ മിഷനോടും ഇവിടുത്തെ എല്ലാ മിഷണറിമാരോടും അഭിമാനം തോന്നി. ഹോട്ടൽ യാപ്പാബ് ബോഗു എന്ന ആ ചെറിയ റെസ്റ്റോറൻറ്റ് അങ്ങനെ അരുണാചൽ മിഷന്റെ ഒരു സബ് സ്റ്റേഷനായി മാറുകയായിരുന്നു എന്ന് വേണം പറയാൻ. അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ ഇവിടെ നല്ല റോഡുകൾ നിർമ്മിക്കും എന്ന ഉറപ്പും വാഗ്ദാനവും നൽകി അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒരുപക്ഷെ അരുണാചൽ മിഷൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കത്തോലിക്ക സഭാ വിശ്വാസിയായ ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടാകുമായിരുന്നോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകുന്തോറും റോഡ് മോശമായിക്കൊണ്ടേയിരുന്നു. ഇതിനൊക്കെ അരുണാചലിൽ ഒരു ശാശ്വത പരിഹാരമില്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത കാലത്ത് നല്ല മാറ്റമുണ്ടാകുമെന്ന്. വാഹനത്തിന്റെ പിന്നിലുള്ള വീൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടുത്തെ റോഡിലുള്ള ചെളിയുടെ സ്വാധീനം. നല്ല ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വണ്ടി തെന്നി താഴേക്ക് പോകുമെന്നാണ് ഡ്രൈവർ വിനോദ് ഞങ്ങളോട് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അപ്പോഴും മുന്നിൽ കാണാമായിരുന്നു. ഒരു കണക്കിനാണ് വാഹനങ്ങളെയെല്ലാം മറികടന്ന് ഞങ്ങൾക്ക് യാത്ര തുടരാനായത്. ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിലായിരുന്നു വാഹനത്തെ ഡ്രൈവർ വിനോദ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് കുറച്ചു മണിക്കൂറുകളോളം ചെളി നിറഞ്ഞ റോഡ് മാത്രമായിരുന്നു യാത്രയിലുടനീളം. അങ്ങനെ അവസാനം പാതിരാത്രിയായി ന്യോപ്പിനിലെത്തിയപ്പോൾ ന്യോപ്പിൻ മലകൾക്കിടയിലുള്ള ഒരു ചെറുപട്ടണം. ഇവിടുത്തെ ജനം പ്രധാനമായും കൃഷിയിലാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. ന്യോപ്പിന്റെ മനോഹരമായ പ്രകൃതിയുടെ ആകർഷണീയമായ കാഴ്ചകളായിരുന്നു ചുറ്റിനും. ഒത്ത മധ്യത്തിൽ ഒരു കൊച്ചു ദേവാലയം കാണാം, ഡിവൈൻ മേഴ്സി ചർച്ച് ന്യോപ്പിൻ. ഇവിടെയുള്ളവരുടെ ഭവനങ്ങൾ ഒരു കോളനിയുടെ മാതൃകയിലാണ് അടുത്തടുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനടുത്ത് തന്നെ കൃഷിയിടവും കാണാം. കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളം ഇവർ ഈ നദിയിൽ നിന്നുമാണ് ശേഖരിക്കുന്നത്. നല്ല തണുപ്പുള്ള പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു അപ്പോൾ അനുഭവപ്പെട്ടത്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഭവനങ്ങളും കാണാം. രാവിലെ തന്നെ ഓരോരുത്തർ അവരുടെ പണിസ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അനായാസമായിട്ടാണ് ആ വലിയ തടിക്കഷ്ണം ഇദ്ദേഹം ചുമന്നുകൊണ്ടുപോകുന്നത്. പൊതുവെ അധ്വാനശീലരാണ് ഇവിടുത്തെ ജനം. ഇവിടുത്തെ പള്ളിമേടയിൽ ചെറിയ തിരക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ പള്ളിമേടയിലേക്ക് ചെന്നത്. കുട്ടികളും മാതാപിതാക്കളും വന്നിരിക്കുകയാണ് ഇവിടെ. അവർക്കാവശ്യമായ പുസ്തകങ്ങൾ തേടി വന്നിരിക്കുകയാണ്.
ഡമോ, ഇപ്പോൾ തന്നെ വായനയും തുടങ്ങിയോ? ഇവിടുത്തെ കുട്ടികൾ ഈ സൗകര്യമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. केरल से आए केरला से आया है केरला से. जैसे ये हमें विजिट करने के लिए यस. होगा ना. हाँ. ന്യൂപ്പിന്നിലെ രസകരമായ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ജയ് ജിസു.